വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രഭാഷകൻ 14-ാം അധ്യായത്തിൽ സ്വയം കരുതുക, ദൈവത്തെ ഭയപ്പെടുന്നവൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് വായിക്കുന്നു. ജ്ഞാനത്തിൽ മനസ്സുറച്ച് ബുദ്ധിപൂർവം ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ. ജ്ഞാനത്തിന്റെ മാർഗങ്ങളെപ്പറ്റി മനനം ചെയ്യുന്നവൻ അവയുടെ രഹസ്യങ്ങൾ അറിയും. പ്രഭാഷകൻ 14-ാം അധ്യായം 20-21 തിരുവചനങ്ങൾ. പ്രഭാഷകൻ 15-ാം അധ്യായത്തിൽ ജീവനും മരണവും നിന്റെ മുമ്പിലാണെന്നും ഏത് തിരഞ്ഞെടുക്കണമെന്നത് നിന്റെ ചുമതലയാണെന്നും വ്യക്തമാക്കുന്നു. മനസ്സുവെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. പ്രഭാഷകൻ 15-ാം അധ്യായം 15-ാം തിരുവചനം. 16-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ നീതി ഉറപ്പാണ് എന്നും അവന്റെ ശിക്ഷയിൽ നിന്നും ആരും രക്ഷപ്പെടില്ല എന്നും മുന്നറിയിപ്പ് നൽകുന്നു. സ്വർഗവും സ്വർഗാതിസ്വർഗവും ആഴവും ഭൂമിയും അവിടുത്തെ സന്ദർശനത്തിൽ വിറകൊള്ളും. പ്രഭാഷകൻ 16-ാം അധ്യായം 18-ാം തിരുവചനം. അധ്യായം 17-ൽ ദൈവത്തിന്റെ വലിയ കരുണയാണ് എന്ന് ഉറപ്പ് നൽകുന്നു. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചുവരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചലഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവിൻ. അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവിൻ. പ്രഭാഷകൻ 17-ാം അധ്യായം 24-25 തിരുവചനങ്ങൾ. അധ്യായം 18-ൽ വീണ്ടും ദൈവത്തിന്റെ കരുണയെയും ക്ഷമയെയും വിവരിച്ച് മനുഷ്യൻ വിനയത്തോടെ ജീവിക്കണമെന്ന് ഉപദേശിക്കുന്നു. മനുഷ്യൻ എന്താണ്? അവനെക്കൊണ്ട് എന്ത് പ്രയോജനം? എന്താണ് അവനിലെ നന്മയും തിന്മയും? മനുഷ്യൻ 100 വയസ്സുവരെ ജീവിച്ചാൽ അത് ദീർഘായുസാണ്. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും വത്സരങ്ങൾ സമുദ്രത്തിലൊരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയും മാത്രം. അതിനാൽ കർത്താവ് അവരോട് ക്ഷമിക്കുകയും അവരുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ചെയ്യുന്നു. പ്രഭാഷകൻ 18-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.